നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പെ PSG വിടും എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം എംബപ്പയും അദ്ദേഹത്തിന്റെ ക്യാമ്പും PSG പ്രസിഡന്റായ നാസർ അൽ ഖലീഫിയെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തന്റെ സഹതാരങ്ങളെയും കിലിയൻ എംബപ്പെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏത് ക്ലബിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതകൾ ഒന്നും എംബപ്പെ വരുത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും അധികം വൈകാതെ തന്നെ ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും കിലിയൻ എംബപ്പെ ലീഗ് 1 വിടുന്നത് തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ലീഗ് 1 5 വർഷത്തേക്ക് 140 മില്യൺ യൂറോയുടെ നഷ്ടം കിലിയൻ എംബപ്പയുടെ പോക്കോടുകൂടി ഉണ്ടാകും എന്നാണ് പ്രമുഖ മാധ്യമമായ AS റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. TV റൈറ്റ്സിന്റെ കാര്യത്തിലാണ് ഇത്രയും വലിയ ഭീമമായ ഒരു നഷ്ടം അവർക്കിപ്പോൾ ഉണ്ടാവുക. അതായത് 2024-29 കാലയളവിലേക്കുള്ള ഈ 5 വർഷത്തേക്കുള്ള TV റൈറ്റ്സിന്റെ കാര്യത്തിൽ ഇപ്പോൾ LFP അഥവാ ഫ്രഞ്ച് ഫുട്ബോൾ അസോസിയേഷൻ മറ്റു കമ്പനികളുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. പക്ഷെ കിലിയൻ എംബപ്പെ PSG വിടുന്നു എന്ന വാർത്ത, ഈ ഒരു മാധ്യമങ്ങളുടെ സ്ഥിരീകരണം, ഇത് ഈ ഒരു ചർച്ചയെ, നെഗോസിയേഷൻസുകളെ വലിയ രൂപത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവരുടെ ആ ഒരു TV റൈറ്റ്സിന്റെ പ്രൈസ് 20% കുറഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് 140 മില്യൺ യൂറോയോളം ഇപ്പോൾ ഇവർക്ക് നഷ്ടം സംഭവിക്കും എന്നുള്ളതാണ്. പുതിയ താരങ്ങളെ ലീഗ് 1 ആകർഷിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അതല്ലെങ്കിൽ എംബപ്പയെ പോലെയുള്ള താരമൂല്യമുള്ള താരങ്ങളെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ലീഗ് 1 അവസ്ഥ വളരെയധികം പരിതാപകരമാകും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. നമുക്കറിയാം, മെസ്സിയും നെയ്മറും റാമോസും ഒക്കെ ക്ലബ്ബ് വിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കിലിയൻ എംബപ്പെ കൂടി ലീഗ് 1 വിടുന്നത്. എല്ലാ അർത്ഥത്തിലും ലീഗ് 1 സംബന്ധിച്ചിടത്തോളം ഇത് തിരിച്ചടിയുടെ കാലമാണ്. വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.